ഗുഡ് വിൽ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് കൂർക്ക പിരളനാണ്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ ബീഫ് കൂർക്ക പിരളൻ തയ്യാറാക്കുന്നതിനുള്ള ഉരുളി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചൂലിനായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 50 ഗ്രാം ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്കൊരു 3 സവോള സ്ലൈസ് ചെയ്തത്, ഒരു 5 പച്ചമുളക്, അല്പം കറിവേപ്പില എന്നിവ ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സവോളയും ചെറിയുള്ളിയൊക്കെ ഇവിടെ നന്നായി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല എന്നിവ ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ മസാലയൊക്കെ ഇവിടെ നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കിലോ ബീഫ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് അല്പം വെള്ളം, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം 3/4 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ബീഫ് പകുതി ബോയിലായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 250 ഗ്രാം കൂർക്ക ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ ബീഫും കൂർക്കയൊക്കെ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരക പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ഒരു അരമുറി തേങ്ങയുടെ 1/4 പാൽ കൂടി ചേർത്ത് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് കൂർക്ക പിരളൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ബീഫ് കൂർക്ക പിരളൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.